ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ ഫ്രാൻസ് വേഴ്സസ് ഓസ്ട്രിയ മത്സരത്തെക്കുറിച്ചിട്ടാണ്. ഫ്രാൻസ് 1-0 എന്നുള്ള സ്കോർ ലൈനാണ് ഈ മത്സരം വിജയിച്ചിട്ടുള്ളത്. ഫ്രാൻസിന് വേണ്ടി ഈ മത്സരത്തിൽ ഗോളടിച്ചത് ഫ്രഞ്ചുകാരനല്ല, ഫ്രാൻസിൻ്റെ കുപ്പായം ധരിച്ച ആളല്ല, പകരം ഓസ്ട്രിയക്കാരനായിരുന്നു. വോബർ എന്ന് പറയുന്ന ഓസ്ട്രിയൻ ഡിഫൻഡറാണ് ഓൺ ഗോൾ അടിച്ചുകൊണ്ട് ഫ്രാൻസിനെ മത്സരത്തിൽ വിജയിപ്പിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആ ഒരു ഗോൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ മികച്ച രീതിയിലുള്ള ഡാൻസിങ് ഫീറ്റൊക്കെ കാഴ്ചവെച്ചുള്ളത് കിലിയൻ എംബാപ്പെ എന്ന് പറയുന്ന ഫ്രാൻസിൻ്റെ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ആ ഒരു റൈറ്റ് വിങ്ങിൽ പ്രത്യേകിച്ച് ബോക്സിലേക്ക് അദ്ദേഹം കടന്നിട്ടുള്ള രീതിയും അദ്ദേഹം മനോഹരമായിട്ടുള്ള ഫുട് വർക്ക് അവിടെ കാഴ്ചവെച്ചുള്ള രീതിയും എന്നിട്ട് ആ ക്രോസ് ബോക്സിലേക്ക് കൊടുത്തപ്പോൾ വോബറിനെ സംബന്ധിച്ചോളം സ്വന്തം വലയിലേക്ക് ഹെഡ് ചെയ്ത് ഗോളാക്കാൻ അദ്ദേഹത്തിന് അവിടെ സാധിച്ചിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെയാണ് മത്സരത്തിൽ ഫ്രാൻസ് വിജയിച്ച് കയറിയിട്ടുള്ളത് ആ ഒരൊറ്റ ഗോളിൻ്റെ മികവിൽ. ഇനി ഈ ഓസ്ട്രിയൻ സൈഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കിടിലനായിട്ട് അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ലാതെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല അവരുടെ അഗ്രസീവ് പ്രസ്സിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഫ്രഞ്ച് ടീമിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനൊക്കെ അവർ ശരിക്കും ഇടങ്ങേറായിട്ടുണ്ടായിരുന്നു. അവരുടെ ബോൾ പോകുന്ന സാഹചര്യത്തിലുള്ള ആ ഒരു ഗഗൻ പ്രസ്സിങ്ങും നമുക്ക് ഓസ്ട്രിയൻ സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നതായിരുന്നു. റിലൻലെസ് ആയിട്ട് അവർ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ ബ്രേവായിട്ടാണ് ഈ റാൽഫ് റാഗ്നിക്കിൻ്റെ ഓസ്ട്രിയ കളിച്ചിട്ടുള്ളത്. അവർ ഈ മത്സരത്തിലേക്ക് വരുന്നതും മികച്ച ഫോമിലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഈ മത്സരത്തിലേക്ക് വരുന്നതിന് മുമ്പ് 16 മത്സരങ്ങളിൽ ഒരു മത്സരം അങ്ങനെ അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളത് മാത്രമല്ല, ബെൽജിയം അടങ്ങുന്ന യൂറോ ക്വാളിഫയിങ് ക്യാമ്പയിൻ അവരുടെ ഗ്രൂപ്പിൽ യൂറോയിലേക്കൊക്കെ ക്വാളിഫിക്കേഷനൊക്കെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടോ മറ്റൊരു സ്റ്റാറ്റ് കൂടി പറയേണ്ടതായിട്ടുണ്ട്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന പല താരങ്ങളും മിസ്സിംഗ് ആണ് ഇഞ്ചുറി മൂലം. എന്നിട്ടും അവർ ഈ റാൽഫ് റാഗ്നിക്കിൻ്റെ ഫിലോസഫിക്ക് അനുസരിച്ചിട്ട് കളിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും റാൽഫ് റാഗ്നിക്ക് എന്ന് പറയുന്ന കോച്ചിന് തന്നെയാണ് നമുക്ക് അവിടെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഡേവിഡ് അലാബയില്ല, ഷ്ലാഗർ ഇല്ല, കലിഡ്സിച്ച് എന്ന് പറഞ്ഞ സ്ട്രൈക്കർ ഇല്ല, അങ്ങനെയുള്ള താരങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. പക്ഷെ സ്റ്റിൽ അവർ എന്താണോ കോച്ച് ഉദ്ദേശിക്കുന്നത് അതേ രീതിയിലുള്ള ഫുട്ബോൾ കാഴ്ചവെക്കുകയാണ്. മാത്രമല്ല അവരുടെ OOP ഔട്ട് ഓഫ് പൊസിഷനിലുള്ള അവരുടെ സ്ട്രക്ചർ, അവരുടെ പിന്നെന്താ പറയുക മാൻ ടു മാൻ പ്രസ്സിങ് രീതി എല്ലാം ബ്രില്യൻ്റ് ആണെന്നുള്ളതാണ്. അവർക്കിനി ഗ്രൂപ്പിൽ അവരുടെ ഏറ്റവും ടഫസ്റ്റ് ഫിക്സ്ചർ കടന്നുപോയിരിക്കുകയാണ്. ബാക്കിയുള്ള ഫിക്സ്ചറുകളിൽ അവരെങ്ങനെ പോരാട്ടം കാഴ്ചവെക്കുന്നുള്ള കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. എന്തായാലും അവർ ഒരു ഡിഫിക്കൽട്ട് നട്ട് ടു ക്രാക്കാണ് എന്ന് മാത്രമല്ല അവർ ടീമുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സൈഡ് കൂടിയാണ്. വളരെ ബ്രേവായിട്ടാണ് കളിക്കുന്നത്, വളരെ ബ്രേവായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റ് ബാക്ക് ചെയ്തിട്ട് ഫ്രാൻസിന് ഒരുപാട് റെസ്പെക്റ്റ് കൊടുത്തിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഫ്രാൻസും ദിദിർ ദഷോംസിൻ്റെ കീഴിൽ ടീമുകളെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെ കൗണ്ടർ അറ്റാക്കിലൂടെ പരിപ്പിളക്കുന്ന ഒരു സൈഡാണ്. അപ്പോൾ ഇവിടെ പക്ഷേ ഓസ്ട്രിയ ശരിക്കും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് കയറി ഫ്രഞ്ച് ടീമിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ മത്സരം വിജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ ഈ മത്സരത്തിൽ നേരിട്ടായിരുന്നത്. പക്ഷെ അവർ പരാജയപ്പെട്ടു പോയി. ഫ്രഞ്ച് ടീമിൻ്റെ ക്വാളിറ്റിയും ഓസ്ട്രിയൻ ടീമിൻ്റെ ക്വാളിറ്റിയും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ റാൽഫ് റാഗ്നിക്കിനെ കുറിച്ചിട്ട് ചിലപ്പോൾ ചില തെറ്റായിട്ടുള്ള ധാരണകളൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാവുമായിരിക്കും. ആൾ ഭയങ്കര റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഫുട്ബോളിംഗ് വേൾഡിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമയം ഫോർഗറ്റബിൾ ആയിട്ടുള്ളൊരു സമയമായിരുന്നു. അതിന് പ്രധാന കാരണം അദ്ദേഹം ഒരു ഇൻട്രീം മാനേജറായിട്ടല്ലേ വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഫിലോസഫി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സമയം അവിടെ ഉണ്ടായിരുന്നില്ല, അതിനനുസരിച്ചുള്ള പ്ലേയേഴ്സ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ ചില ആളുകൾ ചോദിക്കും ഉള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ട് കളിപ്പിക്കേണ്ടതെന്നുള്ളത്. അങ്ങനത്തെ ഒരു ചങ്ങായും അല്ല പുള്ളിക്കാരൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്ലേയേഴ്സിനെ ആവശ്യമുള്ള തരത്തിലുള്ള ഒരു ചങ്ങായിയാണ്. അപ്പോൾ ഓസ്ട്രിയയിൽ കൃത്യമായിട്ടുള്ള ആ ഒരു സംഭവം അദ്ദേഹത്തിനുണ്ട്. പ്രധാനമായിട്ടും അവിടെയുള്ള പല താരങ്ങളും ആ ഒരു റെഡ് ബുളിൻ്റെ സാൽസ്ബർഗോ അല്ലെങ്കിൽ ലെയ്പ്സിഗോ അതിലൊക്കെ ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. അപ്പോൾ കൃത്യമായിട്ടും ആ ഒരു ഫിലോസഫി എന്താണെന്നുള്ളത് ധാരണയുള്ള കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചത് എന്നുള്ള കാര്യം കൂടി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ആൾ യുണൈറ്റഡിൽ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലോ, അതായത് അവിടെ ഒരു ഹാർട്ട് ഓപ്പറേഷന് ആവശ്യമുണ്ടെന്നുള്ളത്. അത് ഒരു പോയിന്റ് ആണെന്നുള്ളത് പല ആളുകൾക്കും പിന്നീട് മനസ്സിലായിട്ടുള്ളൊരു സംഭവം തന്നെയല്ലേ. പിന്നെന്താ അദ്ദേഹത്തിൻ്റെ റോളുകൾ നോക്കുമ്പോൾ അദ്ദേഹം കോച്ചായിട്ട് മാത്രമല്ല ഈവൻ ഡയറക്ടർ ഓഫ് ഫുട്ബോളൊക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചങ്ങായിയാണ്. അപ്പോൾ ഒരു റെസ്പെക്റ്റഡ് ഫിഗറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓസ്ട്രിയ മികച്ച രീതിയിൽ തന്നെയാണ് ഫ്രാൻസിനെതിരെ പോരാടിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ അത് സംശയം വേണ്ട. ഇനി നമുക്ക് ഈ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആരാണ് മാൻ ഓഫ് ദ മാച്ച്? ആ ലിറ്റിൽ ജീനിയസ് ആണ്, എൻഗോളോ കാണ്ടെ എന്ന് പറയുന്ന ലിറ്റിൽ ജീനിയസ്. 2 വർഷങ്ങൾക്ക് ശേഷമാണ് ചങ്ങായി ഫ്രഞ്ച് നാഷണൽ ടീമിലേക്ക് തിരിച്ച് വന്നിട്ടുള്ളത്. ദിദിർ ദഷോംസ് അദ്ദേഹത്തെ തിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല. കാരണം
ഈ ജാതി പെർഫോമൻസ് അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ ഇനിയും സാധിക്കും എന്നുള്ളത് ദശോംസിന് കൃത്യമായിട്ട് അറിയുന്ന ഒരു സംഭവമാണ്. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. 33 വയസ്സിൻ്റെ എങ്കോലോ കാണ്ടേക്ക് പക്ഷേ ജാതി പെർഫോമൻസാണ് ചങ്ങായി കാഴ്ചവെച്ചത്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഒരു ചൊല്ലുണ്ട് ഫുട്ബോൾ ലോകത്ത്, 70% ഭൂമി കവർ ചെയ്യുന്നത് വെള്ളം കൊണ്ടാണ്, ബാക്കി 30% കവർ ചെയ്യുന്നത് എങ്കോലോ കാണ്ടെ എന്ന് പറയുന്ന ഈ ലിറ്റിൽ ജീനിയസ് ആണെന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്രകടനം തന്നെയാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. അദ്ദേഹം എല്ലായിടത്തും ഉണ്ടായിരുന്നു. മാത്രമല്ല ആ ചങ്ങായിയുടെ സെക്കൻഡ് ഹാഫിലുള്ള ഒരു കിടിലൻ റിക്കവറി ടാക്കിളുണ്ട്. എൻ്റെ പൊന്നളിയന്മാരെ, അവിടെ ഒരു 1v1 സിറ്റുവേഷനിൽ ഓസ്ട്രിയ എത്തിപ്പെട്ടു എന്നുള്ളതാണ് അവർ കരുതിയിട്ടുണ്ടായിരുന്നത്. അതായത് ഫ്രഞ്ച് ഡിഫൻസിൻ്റെ ഭാഗത്ത് നിന്നൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്നു. എനിക്കൊന്ന് സലീബയുടെ അടുത്താണ് ആ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്താണ് ബോളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആരാണ് ഓടി വരുന്നത്? എങ്കോളോ കാണ്ടെ. എന്നിട്ട് ആ സിറ്റുവേഷനിൽ ഫ്രാൻസിനെ രക്ഷിച്ചിരിക്കുകയാണ്. വാട്ട് എ പ്ലെയർ മാൻ. എന്താണ് എൻജിൻ, ജാതി എൻജിനാണ് ചങ്ങായിക്ക്. ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എങ്കോലോ കാണ്ടെ. എങ്കോലോ കാണ്ടെ ചെൽസിയിലിരിക്കുന്ന കാര്യത്തിൽ ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കളിക്കാൻ തന്നെ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. കഴിഞ്ഞ സീസണിലാണ് ചങ്ങായി സൗദിയിലേക്ക് പോകുന്നത്. ഇത്തിഹാദിൽ കളിക്കുന്ന കാര്യത്തിൽ, സൗദിയിൽ കളിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറിയും ഇല്ല. ഭയങ്കര ഫ്രഷായിട്ട് ഷാർപ്പായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അതും ഭയങ്കര യൂസ്ഫുൾ ആണെന്നുള്ളത് ഡെഷോംസിന് മനസ്സിലായിട്ടുണ്ട്. പിന്നെന്താ, കമാവിംഗയെ പോലെയുള്ള, ചെമേനിയെ പോലെയുള്ള താരങ്ങളൊക്കെ ബെഞ്ചിലിരുത്തിയിട്ട് കാണ്ടെ അവിടെ ഇങ്ങനെ തിളങ്ങുകയാണ്. ഒരു രക്ഷയില്ലാത്തൊരു പെർഫോമൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരിക്കും ഫ്രാൻസ് സംബന്ധിച്ചോളം ഈ യൂറോയിൽ അവർക്ക് പിന്നെന്താ പറയുക കപ്പടിക്കണമെങ്കിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കോളോ കാണ്ടെ ഒരു ഡിഫറെൻറ്റ് ഗ്രേവിയാണ്, ഒരു ഡിഫറെൻറ്റ് ഗ്രേവി. അദ്ദേഹത്തിൻ്റെ ചില സ്റ്റാറ്റ്സുകളിലേക്ക് നമുക്ക് കണ്ണോടിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം 2 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3 ടാക്കിളുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അതിലൊരെണ്ണം ലാസ്റ്റ് മാൻ ടാക്കിളാണ്. 2 ഇൻ്റർസെപ്ഷൻസ്, 6 ബോൾ റിക്കവറീസ്, 5 ഗ്രൗണ്ട് ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, ചങ്ങായി 46 പാസുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഓൾറൗണ്ട് മിഡ്ഫീൽഡ് പെർഫോമൻസാണ് നമുക്ക് എങ്കോലോ കാണ്ടെ എന്ന് പറയുന്ന ജീനിയസിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി കിലിയൻ എംബാപ്പെ ആ ഒരു ഗോളിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, മത്സരത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ AC മിലാൻ്റെ കീപ്പറായിട്ടുള്ള മൈക്ക് മാഗ്നൻ്റെ പെർഫോമൻസും മികച്ചു തന്നെയായിരുന്നു. അദ്ദേഹം 1-2 ക്രൂഷ്യൽ ഇൻ്റർവെൻഷൻസ് നടത്തിയിട്ടുണ്ട്. പിന്നെ മത്സരത്തിൻ്റെ തുടക്കത്തിൽ ഫ്രാൻസ് നല്ല രീതിയിൽ തന്നെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫ്രാൻസിൻ്റെ ലൈനപ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിലിയൻ എംബാപ്പെ, തുറാം, ഗ്രീസ്മാൻ, ഡെംബേലെ, ഇതായിരുന്നു അവിടെ ഒരു ഫ്രണ്ട് ഫോർ ഉണ്ടായിരുന്നത്. റാബിയോയും എങ്കോലോ കാണ്ടെയും മിഡ്ഫീൽഡിൽ, ഗ്രീസ്മാൻ കുറേ കൂടി മിഡ്ഫീൽഡിലേക്ക് വലിഞ്ഞിറങ്ങിയിട്ടാണ് കളിക്കുന്നത്. പിന്നെ തെയോ ഹെർണാണ്ടസ് ലെഫ്റ്റ് ബാക്കിൽ, റൈറ്റ് ബാക്കായിട്ട് കൂണ്ടെ, സലീബ, ഉപമക്കാനോ, സെൻറ്റർ ബാക്ക് പാർട്ണർഷിപ്പ് മാഗ്നൻ കീപ്പറായിട്ട്. ഓസ്ട്രിയ സംബന്ധിച്ചോളം അവരുടെ മിഡ്ഫീൽഡിൽ സേവോൾഡും ഗ്രിലിച്ച് വരുന്നുണ്ടായിരുന്നു. സ്ട്രൈക്കറായിട്ട് ഗ്രിഗറിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ബയൻ്റെ കോൺറാഡ് ലൈമർ, സബിറ്റ്സർ, ഡോട്ട്മുണ്ടിൻ്റെ സബിറ്റ്സർ, ബോംഗാർട്ട്നർ, ഇവരൊക്കെയാണ് ഈ സ്ട്രൈക്കർക്ക് പുറകിലായിട്ട് കളിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ പെൻസാണ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വോബർ അത്ര മികച്ച രീതിയിലൊന്നും അല്ല കളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വേറെയും എററുകൾ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ എംവേനെ എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്കിനെയും ഇടങ്ങറാക്കിയിട്ടുണ്ടായിരുന്നു കിലിയൻ എംബാപ്പെ. അതിലേക്കൊക്കെ നമുക്ക് വരാം. പിന്നെ ഈ മത്സരത്തിൻ്റെ മറ്റ് ഇവൻറ്റ്സുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എംബാപ്പെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു അറ്റംപ്റ്റ് നമുക്ക് തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റി. അപ്പോൾ അത് കീപ്പർ പെൻസ് സേവ് ചെയ്യുന്ന ഒരവസരം നമ്മൾ കണ്ടു. പിന്നെ എംബാപ്പെ തെയോ കോംബോ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അവർ തമ്മിൽ കളിക്കുമ്പോൾ. അതേപോലെ തന്നെ തുറാമും കൂടി ആ ഒരു ഏരിയയിലേക്ക് ചില സാഹചര്യങ്ങളിൽ കയറി വരുന്നു. അങ്ങനെ ഈ തുറാം, എംബാപ്പെ, തെയോ ഹെർണാണ്ടസ് കോംബോയിലൂടെ ഒരു ചാൻസ് ഫ്രാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റാബിയോ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ ആ ഒരു മിഡ്ഫീൽഡിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. റാബിയോ ഒരു ബോൾ വിൻ ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം അതുമായിട്ട് ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോയതിനു ശേഷം തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്തുള്ള ഗ്രീസ്മാനെ പിക്ക് ചെയ്യുന്നു. ഗ്രീസ്മാൻ്റെ ഷോട്ട് പക്ഷേ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താണ്, ബോംഗാർട്ട്നർ മനോഹരമായിട്ടാണ് ഈ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. പക്ഷേ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്പോസറില്ലായ്മ ആ ഒരു ബോക്സിലുള്ളത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം റാബിയൊക്കെ ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ മറികടന്നൊരു ബോക്സിൻ്റെ അകത്തേക്ക് പോയിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമൊക്കെ ഫ്രാൻസ് ഡിഫെൻഡ് ചെയ്യുന്ന പറയുന്നത്. ഫസ്റ്റ് ഹാഫിലൊക്കെ ഫ്രാൻസ് നല്ല രീതിയിൽ തന്നെയാണ് ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത് ഓവറോൾ എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. പിന്നെ ഇതിനിടയിൽ മിഡ്ഫീൽഡ് ഏരിയയിൽ ഗ്രീസ്മാൻ ഒന്ന് ടേൺ ചെയ്യാനുള്ള ശ്രമം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് പിക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു ചാൻസ് ഓസ്ട്രിയ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് പിന്നെന്താണ് ഡിഫെൻഡ് ചെയ്യാണ് ഫ്രാൻസ്.
പിന്നെ ഒരു കിടൻ ഓപ്പർച്യൂണിറ്റി ഓസ്ട്രിയക്ക് മത്സരത്തിൽ ലീഡെടുക്കാൻ ഉള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു 37ാമത്തെ മിനിറ്റിലേക്കാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു. ആ ക്രോസ് ബോക്സിലേക്ക് വരുന്ന കാര്യത്തിൽ സബിറ്റ്സറും ബോംഗാർട്ട്നറും ഉണ്ട് ബോക്സിൽ. സബിറ്റ്സർ ആ ബോള് മനോഹരമായിട്ടുള്ളൊരു ടച്ചിലൂടെ ബോംഗാർട്ട്നറെ റിലീസ് ചെയ്യാണ്. ബോംഗാർട്ട്നറെ സംബന്ധിച്ചോളം 1v1 സിറ്റുവേഷനാണ്. മൈനൻ അവിടെ കയറി വന്നിട്ട് അവിടെ ബോംഗാർട്ട്നറെ സംബന്ധിച്ചോളം കാര്യങ്ങൾ ഇടങ്ങറാക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ബോംഗാർട്ട്നർ അവിടെ കമ്പോസർ കാഴ്ചവെച്ചത് ഫിനിഷ് ചെയ്യണമായിരുന്നു. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ അത് മൈഗ്നനിൽ തട്ടിയിട്ടത് പിന്നെ കോർണറിലാണ് കലാശിക്കുന്നത്. പക്ഷെ അത് കോർണർ കൊടുത്തില്ല റെഫറി. അത് തോന്നിയാസ റെഫറിങ് ആയിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ. അത് വേറെ കാര്യം. ഇത്തരത്തിലുള്ള ഡിസിഷൻസ് പോലും അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ്. വേറെയും അത്തരത്തിലുള്ളൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ഓസ്ട്രിയയുടെ ഭാഗത്തും അത്തരത്തിലുള്ള മൊമെൻ്റ് ഉണ്ടായിരുന്നു. കണ്ണ് കാണുന്നില്ലാണോ? പിന്നെയാണ് ആ ബോബറിൻ്റെ ഹെഡർ സംഭവിക്കുന്നത് ഈ ഒരു ചാൻസ് കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത്. അപ്പോൾ അതിൽ ഈ എംവേനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ ബോൾ ക്ലിയർ ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു ചങ്ങായിക്ക്. അപ്പോൾ അത് ഫ്രാൻസിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഡെംബേലയും അതുപോലെ എംബാപ്പയും ഒരു വിങ്ങിൽ കളിക്കുന്നു, ആ റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു ഇടങ്ങറ് പിടിച്ച സിറ്റുവേഷനാണ് ഓസ്ട്രിയ അവിടെ ഡിഫെൻഡ് ചെയ്യാൻ തോന്നുന്നത്. കാരണം രണ്ടും ട്രിക്കി ആയിട്ടുള്ള ഫുട്ബോളേഴ്സാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ തന്നെ ഡെംബേലയുടെ നിന്ന് ബോളൊക്കെ വിൻ ചെയ്യുന്നുണ്ട് ഓസ്ട്രിയ. എന്നിട്ട് എംവെനേൻ്റെ കാലുകളിലേക്ക് എത്തി. എംവെൻ എന്നിട്ട് അത് തിരിച്ച് ഓസ്ട്രിയയുടെ പ്ലെയർക്ക് തന്നെ ബോക്സിൽ കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. അത് വീണ്ടും ഡെംബേലെ എടുക്കുന്നു. എന്നിട്ടോ അത് പിന്നെ ഡെംബേലെ അത് എംബാപ്പയ്ക്ക് കൊടുക്കുന്നു. എംബാപ്പെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മാജിക് കാഴ്ചവെക്കാനുള്ള ഒരു പരിപാടി അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഈ എംവേനെ ഇടങ്ങറാക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിക്കുന്നു. അദ്ദേഹം ഷോൾഡർ ഡ്രോപ്പ് ചെയ്യുന്നു. എന്നിട്ട് എംവേനെയൊക്കെ മറികടന്നിട്ട് എംവേനെയൊക്കെ ഒന്നും പിടിച്ചാൽ കിട്ടുന്നില്ല എംബാപ്പെ. അദ്ദേഹത്തിൻ്റെ പേസ് ഭീകരമാണെന്ന് അറിയാം. ആ ബൈലിൻ്റെ എടുത്തതിന് ശേഷം ഒരു ക്രോസ് ആ ഒരു 6 അടിയിലേക്ക് കൊടുത്തതാണ്. അതിൽ വോബർ തലവെക്കുന്നു. അത് കീപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗോളായിട്ട് മാറുന്നു. ഫ്രാൻസ് സംബന്ധിച്ചോളം അവർ ആ ലീഡ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. ഫസ്റ്റ് ഹാഫിലും നമ്മൾ സ്റ്റാറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഹാഫിൽ ഓസ്ട്രിയ സംബന്ധിച്ചോളം 2 അറ്റംപ്റ്റുകളെ അവർ നടത്തിയിട്ടുള്ളത്. അതിൽ ഒരെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു. ഫ്രാൻസ് ആണെങ്കിൽ 5 അറ്റംപ്റ്റുകൾ നടത്തി. അതിൽ ഒരെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഹാഫ് ഉണ്ടായിരുന്നത്. 53% പൊസിഷൻ ഫ്രാൻസിനും 47% ഓസ്ട്രിയയുടെ പൊസിഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഗ്രീസ്മനും വോബറും തമ്മിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ വോബർ പിന്നെ ഗ്രീസ്മനെ അങ്ങോട്ട് തള്ളി ആ ഒരു ത്രോ ലൈൻ്റെ അടുത്ത്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രീസ്മൻ നേരെ പോയിട്ട് ആ അഡ്വർടൈസിംഗ് ഹോർഡിങ്ങിൽ പോയി വീഴുകയാണ്. അതിൽ നെറ്റി പൊട്ടിയിട്ടുള്ളൊരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ വോബറിന് പിന്നെ യെല്ലോ കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പിന്നെ ഓസ്ട്രിയയുടെ ഭാഗത്ത് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു. അത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യാണ്. സലീബിയാണ് ക്ലിയർ ചെയ്യുന്നതാണ് എനിക്കൊന്ന്. ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നു. ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്ത സാധനം റാബിയോയിലേക്കാണ് ഒന്ന് വീഴുന്നത്. റാബിയോ ഫ്രാൻസിൻ്റെ ഏരിയയിൽ തന്നെയാണ്. ആ റൈറ്റ് വിങ്ങിൽ ഫ്രാൻസിൻ്റെ ഡിഫൻസീവ് തേർഡിലാണ് അദ്ദേഹം ബോൾ റിസീവ് ചെയ്യുന്നതിന് ശേഷം അദ്ദേഹം ഈ ഓസ്ട്രിയ ഒരു ഹൈലൈനാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബോൾ അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് എംബാപ്പെ റൺ ചെയ്ത് വരികയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഡാൻസോ അവിടെ പിന്നെ ആ ബാറ്റിൽ വിൻ ചെയ്യുന്നതാണ് തുടക്കത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഡാൻസോ അവിടെ വീണു പോവുകയാണ്. എംബാപ്പയുടെ സ്ട്രെങ്തിന് മുമ്പിൽ ഡാൻസോ വീണു പോകുന്നു. 1v1 സിറ്റുവേഷനാണ് എംബാപ്പയുടെ മുമ്പിലുള്ളത്. എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ആ ഒരു ഡക്ക് ഒഴിവാക്കാനുള്ളൊരു അവസരമായിരുന്നു. ആദ്യത്തെ ഗോൾ അടിക്കാനുള്ള ഒരു അവസരമായിരുന്നു. 1v1 സിറ്റുവേഷനായിരുന്നു. പക്ഷേ എംബാപ്പെ അത് പുറത്തേക്ക് അടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മത്സരം അങ്ങോട്ട് കംപ്ലീറ്റ്ലി കിൽ ഓഫ് ചെയ്യാനും. അതും ആ ഒരു അവസരത്തിൽ എംബാപ്പെ പാഴാക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെന്താണ്, എംബാപ്പെ തെയോ ഹെർണാണ്ടസ് കോമ്പിനേഷൻ വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നു. തെയോ പിന്നെ ബൈലിൻ്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം എന്താ പറയുക, നല്ലൊരു പാസ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ ഒരു 6 അടിയിലേക്ക് ആ ഒരു കോറിഡോർ ഫ്രണ്ട് സെറ്റിലേക്ക് അവിടെ നിന്ന് കൊടുത്തുള്ള സംഭവത്തിലേക്ക് ആരെങ്കിലും അങ്ങോട്ട് പിന്നെ ഗാമ്പിൾ ചെയ്ത് എത്തണം. ഗ്രീസ്മാനാണ് ഓടി എത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗ്രീസ്മാന് എത്താൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. പിന്നെ ഡെംബേലെ ഈ ഒരു മൊമെൻറ്റിൽ തന്നെ അത് ഡെംബേലെ പോയി ആ ബോൾ പിക്ക് ചെയ്യുന്നു. ഡെംബേലെ എന്ന് വെച്ചാൽ കൂണ്ടയുടെ വരവിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. കൂണ്ടയ്ക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. കൂണ്ട ബോക്സിലേക്ക് എത്തുന്നു. കൂണ്ടയുടെ ഷോട്ട് പക്ഷേ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പോൾ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു പിന്നെ ഫ്രാൻസ് സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻഗോളോ കാണ്ടയുടെ ക്രിയേഷൻ നമ്മൾ കാണാണ്. ബോക്സിലേക്ക് റൺ ചെയ്തിട്ടുള്ള, ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് റൺ ചെയ്തിട്ടുള്ള തുറാമിനെ പിക്ക് ചെയ്യുന്നു. തുറാമിൻ്റെ ഷോട്ട് പക്ഷേ അവിടെ പെൻസ് എന്ന് പറയുന്ന കീപ്പർ സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പിന്നെ ഓസ്ട്രിയ
മികച്ച രീതിയിൽ കൗണ്ടർ പ്രസ് ചെയ്തിട്ട് ആ ഫ്രാൻസിൻ്റെ ഇതിൽ ബോൾ വിൻ ബാക്ക് ചെയ്യാണ്. അപ്പോൾ ബോൾ വിൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ത്രൂ ബോൾ ബോക്സിലേക്ക് കൊടുക്കുന്നു. പക്ഷെ അവിടെ കൃത്യമായിട്ടും ബോംഗാർട്ട്ണറാണ് ഓടിയെത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ബോംഗാർട്ട്ണർ അവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ മൈഗ്നൻ കയറി വന്നിട്ട് വളരെ ബ്രേവായിട്ട് അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നു. അതവിടെ ഫ്രാൻസിന് ഗുണം ചെയ്തു തന്നെ കാരണം വളരെ ബ്രേവായിട്ടാണ് മൈഗ്നൻ ആ ഒരു കയറി വരവ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇടി കിട്ടിയിട്ടുണ്ട്, പക്ഷേ ടീമിന് വേണ്ടി ആ ഇടി വേടിക്കാൻ പുള്ളി തയ്യാറായിരുന്നു ഒരവസരത്തിൽ. പിന്നെ ചേഞ്ചസും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ടായിരുന്നു ഫ്രാൻസ് ആരെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? കോലോ മുവാനിയെ കൊണ്ടുവരുന്നു, ഡെംബേലെ പിൻവലിച്ചിട്ട്, റാബിയോ പിൻവലിച്ചിട്ട് കമവിംഗയെ കൊണ്ടുവരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഒപ്പം റാൽഫ് റാനിക്ക് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അർണാട്ടോവിച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിനറാണ്. അതുപോലെ വിമർ, ട്രോണർ, ഇങ്ങനെയുള്ള ചേഞ്ചസും കാര്യങ്ങളും അദ്ദേഹം വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കമവിംഗ വന്നതിന് ശേഷം ഒരു ഇമ്പാക്റ്റ് ചങ്ങായി ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലൊരു ഫുട്ബോളർ തന്നെയാണ്. ഒരു അസാധ്യമായിട്ടുള്ള സീസണാണ് റയൽ മാഡ്രിഡിന് വേണ്ടി ചങ്ങായിക്ക് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയുന്നതാണ് ഒരു ജനറേഷണൽ ടാലൻ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന തരത്തിലൊരു പ്ലെയർ തന്നെയാണ് കമവിംഗ. അപ്പോൾ കമവിംഗയും അതുപോലെ തന്നെ എംബാപ്പയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു അവസരം നമ്മൾ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കാണാണ്. അവിടെ എംബാപ്പെ കമവിംഗ റിലീസ് ചെയ്യുന്നു. കമവിംഗ എന്നിട്ട് ആ ഒരു സാഹചര്യത്തിൽ എംബാപ്പയും ബോക്സിലേക്ക് റണ്ണ് നടത്തിയിട്ടുണ്ട് ആ ഒരു ലെഫ്റ്റ് ചാനലിൽ നിന്ന്. പക്ഷേ തുറാം ഓൾറെഡി അവിടെ ഉണ്ട്. തുറാമിനെ പിക്ക് ചെയ്തു. പക്ഷേ കമവിംഗ തുറാമിനെ പിക്ക് ചെയ്തു. പക്ഷേ തുറാമിൻ്റെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് വളരെ ടൈമായിട്ടുള്ളൊരു ഷോട്ടായിരുന്നു. നേരെ കീപ്പറിൻ്റെ കയ്യിലേക്ക് വളരെ സിമ്പിളായിട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെന്താണ്, ഡെംബേലയുടെ അറ്റംപ്റ്റൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് വേവേഡ് അറ്റംപ്റ്റുകളും സംഭവങ്ങളൊക്കെ നമുക്ക് ഫ്രാൻസിൻ്റെ ഭാഗത്ത് കണ്ടു. പിന്നെ ഒരു ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി ഒന്നും അവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇതിനിടയിലാണ് ആ ഒരു കാൻറ്റയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു റിക്കവറി ടാക്കിൾ നമ്മൾ കണ്ടത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. പിന്നെന്താണ്, എംബാപ്പയ്ക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു കോർണറിൽ നിന്ന് ഹെഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൂക്ക് പ്ലെയറിൻ്റെ ദേഹത്ത് തട്ടി അങ്ങനെ നോസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സർജറി ഒന്നും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ മാസ്ക് ഇട്ടിട്ടായിരിക്കും ഇനിയുള്ള മത്സരങ്ങളിൽ എംബാപ്പെ കളിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ മാസ്ക് ഇട്ട എംബാപ്പെ ഇനി യൂറോ ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗോൾ അടിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രിയ ഇടങ്ങേറാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഫ്രാൻസ് ഇങ്ങനെയാണ്, നിങ്ങൾ ഇടങ്ങേറാക്കി കഴിഞ്ഞാൽ പോലും അവർ വിജയിച്ച് കയറും. അത്തരത്തിലുള്ള ക്വാളിറ്റി അവർക്കുണ്ട്. ഈ മത്സരത്തിൽ അവർ പോലും ഗോൾ അടിച്ചിട്ടില്ല, എന്നിട്ടും അവർ വിജയിച്ച് കയറി. അപ്പോൾ അങ്ങനെയുള്ളൊരു സൈഡാണ് ഫ്രാൻസ്. ഡെഷോംസിൻ്റെ ഫ്രാൻസ് വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആണ് ഈ ഒരു കപ്പടിക്കാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഓസ്ട്രിയ കുറേ കൂടി ക്രെഡിറ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട് അവരുടെ ആ ഒരു ബ്രേവറിക്ക് എന്നതാണ്. അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ എന്തായാലും റിമൈനിങ് മത്സരങ്ങളിൽ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ വേണം. അവർ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ടൂർണമെൻറ്റ് നല്ലതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ക്വാളിറ്റി സൈഡാണ്, വളരെ ബ്രേവായിട്ടുള്ളൊരു സൈഡാണ്. നല്ലൊരു കളിയായിരുന്നു കേട്ടോ ഇന്നലത്തേത്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻഗോളോ കാണ്ടേനെ കണ്ടതിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത്. ഞാൻ ഒരുപാട് എറ്റിഹാദിൻ്റെ മത്സരമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല സൗദിയിലേത്. അപ്പോൾ ആളിനെ വീണ്ടും ആ ഒരു ഫ്രഞ്ച് കുപ്പായത്തിൽ കണ്ടപ്പോൾ സത്യം പറയാലോ ഒരു സന്തോഷം തോന്നി. എൻഗോളോ ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ്. ഐ ലവ് ഹിം. ഒരു ചെൽസി ലെജൻഡാണ്, ഒരു ഫുട്ബോൾ ലെജൻഡാണ്. അടുത്ത ഫ്രാൻസിൻ്റെ മത്സരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം എൻഗോളോനെ കാണണം, വേറെ ഒന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.